ഇന്ന് രാവിലെ എണീറ്റ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച ഇന്ത്യ എന്ന് പറഞ്ഞ ന്യൂസൊക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ആ 28 പേരുടെ ഇന്നസെന്റ് ആയിട്ടുള്ള അത്രയും ആളുകളുടെ ജീവൻ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് എപ്പോഴാണ് ഇവർക്കുള്ള തക്കതായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവരുടെ ചോരൊക്കെ നമുക്ക് പകരം ചോദിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ 14 ദിവസമായിട്ട് എപ്പോഴാണ് ഇത് എന്നുള്ളത് ഒരു ചോദ്യം, ഒരു ഉത്കണ്ഠ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനവസാനം വിരാമമായിരിക്കുക എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 9 കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേർക്ക് പകരം ആരാണോ അവരെ പറഞ്ഞയച്ചത്, ഏതാണോ ഈ ടെററിസ്റ്റുകളെ വളർത്തുന്ന യൂണിവേഴ്സിറ്റികളെ, അതിനെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്കാണ് ഇന്ത്യ പോയേക്കുന്നത് എന്നുള്ളതാണ് തോന്നിയത്. അത് തന്നെ കുറെ അധികം സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരാണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അതായത് നമ്മുടെ തന്നെ മണ്ണാണ് അവർ അധീനപ്പെടുത്തി വെച്ചേക്കുന്ന, നമ്മുടെ തന്നെ മണ്ണിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ, അതായത് 47 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആ അതിർത്തിയിലുള്ള മണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര പ്രിസൈസ് ആയിട്ടാണ്, എത്ര കാൽക്കുലേഷനോട് കൂടിയാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര പ്രിസിഷൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു അറ്റാക്ക് ഇതിന്റെ ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ട സമയത്ത് സിവിലിയൻ കാഷ്വാലിറ്റീസിനെ കുറിച്ചൊന്നും നമ്മൾ എവിടെയും കാണുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണെന്നുള്ളതും കൂടെ അതിലൂടെ തെളിയിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏറ്റിട്ടുള്ള ഒരു അടി, അല്ലെങ്കിൽ നമ്മളെ അകാരണമായിട്ട് നമ്മളെ ആക്രമിച്ച ഒരു സിസ്റ്റത്തിനോട് നമ്മൾ തിരിച്ചാക്രമിക്കുന്ന സമയത്ത് അവരെ തിരിച്ചാക്രമിക്കുക, അല്ലാതെ ആ നാട്ടിലുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ മൊത്തത്തിൽ കൊന്നെടുക്കുക. അപ്പോൾ ഇസ്രായേൽ ഗസയിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ട് റെസ്പോൺസിബിൾ ആവുക, ഒരു സിവിൽ ഗവൺമെന്റ് നിലനിൽക്കുന്ന ലോകത്തിനോട് റെസ്പോൺസിബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ലോകത്തിനോട് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രാജ്യമായിട്ട് നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം ഇത്തരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 12ക്ക് ശേഷം നടന്നിട്ടുള്ള ഈ ഒരു അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയിട്ടുള്ള ആക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ക്രോസ് ബോർഡർ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം യൂണിവേഴ്സിറ്റീസിനെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലേസസിനെ വൈപ്പ് ഔട്ട് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് മാത്രമല്ല പ്രശ്നം, ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കും കൂടെ ഈ ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പൊറുതിമുട്ടലും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ 4 പേര് ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയതിന് ഉള്ളൊരു മറുപടി ആയിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പാനിക് ആയിരിക്കും ആ നാട്ടിലുള്ള ജനങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? നമ്മൾ അകാരണമായിട്ട് ഒരു കാരണമില്ലാണ്ടാണ് മതം ചോദിച്ച് ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നുള്ള കൃത്യമായിട്ടുള്ള ടെററിസം, കൃത്യമായിട്ടുള്ള ഭീകരാക്രമണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. അതിനുള്ള മറുപടിയാണ് നമ്മൾ കൊടുത്തതെന്നുള്ളത്. പക്ഷേ അപ്പോഴും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കാഷ്വാലിറ്റീസ് ഒന്നും നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകളൊന്നും നമ്മൾ ആക്രമിക്കില്ല. ഞങ്ങളെ ആക്രമിച്ച, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച, ഞങ്ങളെ അകാരണമായിട്ട് ആക്രമിച്ച ജനതയോട് അല്ലെങ്കിൽ ആ ആൾക്കാരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും, അവരെ ഞങ്ങൾ ആക്രമിക്കും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇത്തരത്തിലൊരു അറ്റാക്ക് വന്നതെന്നുള്ളതാണ്. അപ്പോൾ രസകരമായിട്ടുള്ള കാര്യം, ഇപ്പം മോക്ക് ഡ്രില്ലൊക്കെ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കേരളത്തിലടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ മോക്ക് ഡ്രില്ലൊക്കെ നടത്തി കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഈ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടക്കുന്നത്. അതും സിംഗർണൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക്, കര, വായു, അതേപോലെ തന്നെ നമ്മുടെ നേവി, ഇത്രയും അതായത് ഇത്രയും എന്താ പറയുക, നമ്മുടെ മിലിറ്ററിയുടെ ഒരു സിംഗർണസ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആളുകളോട് പ്രതികാരം, അതിന് സിന്ദൂർ പേരിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേരിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ചിലപ്പം സിന്ദൂർ എന്നുള്ളതിന് ഇന്ത്യയിൽ വേറെ വല്ല വേർഡ് ഉണ്ടോ എന്നുള്ളത്, എനിക്ക് വേറെ വല്ല മീനിങ് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയുടെ അവരുടെ നെറ്റിയിൽ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്ക് ഈ എന്താ പറയുക മിസൈലുകൾ കൊണ്ട് നമ്മൾ മറുപടി കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ നെറ്റിയിൽ നമ്മൾ മാർക്കിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഒരു വാർത്ത രാവിലെ തന്നെ കണ്ട സമയത്ത് കിട്ടിയത്. മാത്രമല്ല, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന സമയത്ത്, ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയെന്ന് പറയുന്ന സമയത്ത് ആർക്കും തന്നെ നമുക്ക് തിരിച്ചടി നമ്മൾ കൊടുത്തു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വിഷ്വൽസോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതല്ല, നമുക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ആക്രമിച്ചതിന് നമ്മൾ തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് അതിന്റെ വിഷ്വൽസും അതിന്റെ വീഡിയോസും എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആർമി തന്നെ കുറെ സാധനങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ യെസ് വി ഡൺ സംതിങ്, നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ അവരെ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ, അത് തീർക്കുന്ന രീതിയിൽ നമുക്ക് ആ വിഷ്വൽസും കൂടെ കണ്ടുവന്നുള്ളത്. ചിലപ്പം ഇതൊരു
ബാർബറിക് തോട്ടാവാം ഇങ്ങനെ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പൗരന്മാരെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കോമൺ ആയിട്ട് മിലിറ്ററി കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇത്ര അധികം ഫീലിംഗ് നമുക്ക് ചിലപ്പം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ ഇത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ, അതായത് ഈ നാട്ടിലെ ഒന്നും അറിയാത്ത പൗരന്മാരെ, വെറും ഉല്ലാസത്തിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയിട്ടുള്ള നമ്മുടെ പൗരന്മാരെയാണ് അവർ അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മീഡിയ, അത് ആ ഒരു മറുപടി അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ടാണ് ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇനി ഇത് തല പൊക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടെററിസത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഇനി മുള പൊട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് കാശ്മീരികൾ യഥാർത്ഥത്തിൽ ടൂറിസത്തിലൂടെ അവർ ഡെവലപ്പ് ആവുകയും അവർക്ക് ഡെവലപ്മെന്റ്സ് കൊടുത്തപ്പോൾ ഇന്ത്യയോടുള്ള അവരുടെ താല്പര്യം അവർക്ക് വർദ്ധിക്കുകയും ഇന്ത്യയോടുള്ള അവരുടെ ആഭിമുഖ്യം കൂടി വരികയും ചെയ്തു വന്ന സമയത്ത് കാശ്മീർ മൊത്തത്തിൽ ഇന്ത്യയുടെ കൂടെ പോകുമോ എന്നൊക്കെയുള്ള ഭയം, അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടും കൂടെയാണ് അവർ കാശ്മീരിൽ ഈ അറ്റാക്ക് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? കാശ്മീരിലേക്കുള്ള ടൂറിസം ഫ്ലോ നിലയ്ക്കുകയും അവർ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം കാശ്മീരിലെ ജനത ഇൻസ്റ്റന്റ് ആയിട്ട് പിക്ക് ചെയ്യുകയും ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വയറ്റത്ത് കിട്ടിയ അടിയാണെന്നുള്ളത് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു റാലി അവർ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇന്റൻഷൻസ് എല്ലാം ഇതോടുകൂടെ പൊളിഞ്ഞു പോയി എന്നുള്ളതും സത്യം തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡെവലപ്മെന്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് നമ്മൾ അത്തരം മെച്ചങ്ങൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ട്, തീർച്ചയായും അവർ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് കാശ്മീർ ഒരു ഉത്തമ ഉദാഹരണമാണ്. അവരുടെ ഭൂമിക്ക് ഇപ്പോൾ വിലയുണ്ട്, അവർക്ക് ടൂറിസം ഉണ്ട്, അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം അവർക്കൊരു വിടുതൽ സംഭവിച്ച ഒരു സമയത്താണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടെ ഈ ഭീകരർ കയറി വരികയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തെന്നുള്ളത്. ഇപ്പം അവരുടെ വീട്ടിൽ കയറി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ്.